പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് കൃത്യം 8 മാസമായിട്ടോ. ഒരു സെപ്റ്റംബർ 10-നായിരുന്നു ഞാൻ സൗദിയിലെത്തിയത്. ഓണം നാട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും എല്ലാം കൂടെ അടക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. എന്തായാലും വന്നു, ഇനി ബാക്കി നോക്കി പറ്റൂ എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു എനിക്ക്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വന്ന ആളാട്ടോ ഞാൻ. മിക്കവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കില്ല, നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് വരും, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും ആട്ടെ, വന്നത് വന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്തായാലും വന്നു. ആദ്യത്തെ ഒരു 5-6 മാസം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം 3 മാസമൊന്നും കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മൂഡ് ഡിസ്റ്റർബൻസോ ഓർമ്മക്കുറവോ എന്തൊക്കെയൊക്കെയോ എന്നെ അലട്ടി തുടങ്ങി. ഓക്കെ, എനിക്ക് മനസ്സിലായി, വൈറ്റമിൻ ഡി എടുക്കാൻ സമയമായിരിക്കുന്നു. ആസ് എ നേഴ്സ് നമ്മൾ സ്വന്തം ഡയഗ്നോസ് ചെയ്യുമല്ലോ. സ്വന്തം ഡയഗ്നോസ് ചെയ്തല്ല കേട്ടോ, ഓൾറെഡി വൈറ്റമിൻ ഡി എനിക്ക് വളരെ കുറവായിരുന്നു. ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ട് ഇരുന്നായിരുന്നു നാട്ടിൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയൊക്കെയോ പ്രശ്നം കൊണ്ട് അങ്ങ് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ മെഡിസിൻ റീസ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇങ്ങനെ അടച്ചു മൂടി ഇരുന്നാൽ ശരിയാവില്ല, നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തുടങ്ങിയ പരിപാടിയാണ്. അതായത് ഭയങ്കര പ്രൊഡക്റ്റീവായി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ആ ഒരു പരിപാടിയായിരുന്നു. ഞാനപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ കലണ്ടറൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യും, അങ്ങനത്തെ പരിപാടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡെയിലി റുട്ടീൻ പരിപാടിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പരിപാടിയാട്ടോ ഇത്. ഇതിലെന്ന് പറയുമ്പം എന്താ പറയുക, ഫസ്റ്റ് ആൻഡ് എബൌട്ട് മീ, പിന്നെ നമുക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ, പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായി തീരണം എന്ന് ആഗ്രഹിക്കുന്നു, പിന്നെ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പറയുന്ന ആൾക്കാരല്ലേ. അതൊക്കെ തന്നെ. ഇതാരെയും കാണിക്കാനോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ജസ്റ്റ് നമ്മളൊന്ന് എന്തെങ്കിലും ബിസി ആകുമ്പോൾ ബോറിംഗ് ഒന്ന് കുറയുമല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. പറ്റുന്നവരൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.